ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തേങ്ങാ ബോളിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം നമുക്ക് ഔട്ടർ കവർ തയ്യാറാക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദയും ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മൾ മുമ്പ് തിരുവനന്തപുരം ബോളി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതേപോലെ തന്നെയാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, ഒന്ന് ഇടിച്ച് പദമൊക്കെ വരുത്തിയിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് ലാസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 കപ്പ് റവ ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ വേണമെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കുക. അത് ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി തേങ്ങ 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് 1 കപ്പ് മാങ്ങയുടെ പൾപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉരുള പിടിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ മാവ് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ കുറച്ച് മാവ് കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഇലയിലാണ് ഇത് പരത്തിയെടുക്കുന്നത് കേട്ടോ. കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഇലയിൽ വെച്ച് ഇതൊന്ന് പരത്തിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് വെച്ച് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡിൽ നിന്നും വലിച്ച് ഇതുപോലെ മാവ് അത് കംപ്ലീറ്റ് കവർ ചെയ്യണം കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പൊളി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായ തവയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇലയോട് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങ് ഇല ഊരിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 2 സൈഡിലും ഗീ ഒഴിച്ചു കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് അത്ര ആയാൽ മതി കേട്ടോ. അപ്പം നമ്മളുടെ തേങ്ങാപ്പൊളി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ തിരുവനന്തപുരം ബോളിയേക്കാളും എനിക്കിഷ്ടം ഈ തേങ്ങ ചേർത്തിട്ടുള്ള ബോളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.